ഓരോ വർഷവും മക്കയിലേക്കും മദീനയിലേക്കുമുള്ള വിശ്വാസികളുടെ എണ്ണം ലക്ഷക്കണക്കിനായി വർദ്ധിക്കുകയാണ്. അവരെ ഉൾക്കൊള്ളാൻ പാകത്തിൽ ഹറമിൻ്റെ ഓരോ ഭാഗത്തും വികസനങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതും സുപ്രധാനവുമായതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി. ഒക്ടോബർ 15 സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രഖ്യാപിച്ചതായിരുന്നു കിങ് സൽമാൻ ഗേറ്റ്. മക്കയിലെ വിശുദ്ധ ഹറം പള്ളിക്ക് സമീപം കിങ് സൽമാൻ ഗേറ്റ് എന്ന് പേര് നൽകിയ ഈ പദ്ധതി ഒരു വൻകിട മിശ്ര ഉപയോഗ നഗരവികസന പദ്ധതിയാണ്. പന്ത്രണ്ട് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതി. മക്കയിലെ താമസ അനുഭവം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാക്കാനുള്ളതാണിത്. ഹജ്ജിനും ഉംറക്കുമായി എത്തുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഇടത്തായിരിക്കും കിങ് സൽമാൻ ഗേറ്റ് ഒരുങ്ങുക. പരമ്പരാഗത അറബ് ഇസ്ലാമിക വാസ്തുവിദ്യയിലൂടെയാകും നിർമ്മാണം. അതായിരിക്കും ഇതിന്റെ സൗന്ദര്യവും. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഉപവിഭാഗമായ റുആ അൽ ഹറം അൽ മക്കി കമ്പനിയാണ് പദ്ധതി നിർവഹണത്തിന് നേതൃത്വം നൽകുക. ഹറം പള്ളിയോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെടുന്ന കിങ് സൽമാൻ ഗേറ്റ് എന്ന ഈ ഒരു ഐക്കോണിക് പ്രൊജക്റ്റ് മക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു യുണീക്കായിട്ടുള്ള പ്രൊജക്റ്റാണ്. മക്കയുടെ മുഖച്ഛായ തന്നെ മാറ്റാവുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് അതിനെ കാണുന്നത്. ഏകദേശം 12 മില്യൺ സ്ക്വയർ മീറ്ററോളം ഏരിയയുടെ ഈ ഒരു കൺസ്ട്രക്ഷനിൽ കൊമേഴ്ഷ്യലായിട്ടുള്ള ഏരിയ, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി, അപ്പാർട്ട്മെൻറ്റ് ഏരിയ മുതലായ എല്ലാ ഒരു അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാവിധ രീതിയിലുള്ളൊരു പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ കീഴിലുള്ള റുആ അൽ ഹറം അൽ മക്കിയ എന്ന ഒരു ഡെവലപ്മെൻറ്റ് കമ്പനിയാണ് ഈ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇതിൽ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ ഏറ്റവും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നൂതനമായുള്ള കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ടായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പബ്ലിക് ഫെസിലിറ്റിയൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ പൗരാണികമായിട്ടുള്ള ഹിസ്റ്ററിയെ പുനരുജ്ജീവിപ്പിക്കുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സും ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വർഷവും വർദ്ധിക്കുന്ന തീർത്ഥാടക ലക്ഷ്യങ്ങളെ ഉൾക്കൊള്ളാൻ പാകത്തിൽ ഹറം പരിസരത്തെ മാറ്റുകയാണ് ലക്ഷ്യം. 2030 30 ദശലക്ഷം, അതായത് 3 കോടി തീർത്ഥാടകരെ ഓരോ വർഷവും സൗദി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിന് ഈ പദ്ധതി ശക്തമായ അടിത്തറപ്പാകും. $9 ലക്ഷം തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കും കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി. ഇൻഡോർ ഔട്ട്ഡോർ പ്രാർത്ഥനാ സ്ഥലങ്ങൾ, മക്ക ഹറമിലേക്കുള്ള എളുപ്പത്തിലുള്ള പൊതുഗതാഗത പദ്ധതികൾ, 19,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ മക്കയുടെ ചരിത്രം പറയുന്ന പ്രത്യേക എക്സിബിഷനുകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ടാകും. പരിസ്ഥിതി സൗഹൃദ രീതികൾ ഉപയോഗിച്ചുള്ളതായിരിക്കും നിർമ്മാണ രീതി. ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗദിയുടെ പൗരാണിക സ്ട്രക്ചറുകളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൗദിയുടെ മൊത്തം ഒരു നൂതനമായിട്ടുള്ളതും അതുപോലെ തന്നെ പൗരാണികമായിട്ടുള്ള ഒരു കൾച്ചറുകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മെഗാ പ്രൊജക്റ്റ്, ഒരു യുണീക്ക് പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ പറയാൻ സാധിക്കും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ ഏകദേശം 9 ലക്ഷത്തോളം ഹാജിമാർക്ക് അവർക്ക് അവരുടെ പ്രാർത്ഥനകൾ നിർവഹിക്കുവാനും ഒക്കെയുള്ള സൗകര്യം ഈ ഒരു പ്രൊജക്റ്റിലൂടെ സാധിക്കും എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. അവർക്ക് സ്വമേധയാ അനായാസം ഹറമിലേക്ക് വന്നു പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു പ്രൊജക്റ്റിലൂടെ സാധിക്കും. പ്രത്യേകിച്ചും ഇത് വളരെ അടുത്താണ്, ഹറമോട് വളരെ അടുത്താണ് ഈ ഒരു പ്രൊജക്റ്റ് നിലകൊള്ളുന്നത്. മക്കയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ട്. മറ്റൊരു പ്രത്യേകത ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 3rd എക്സ്പാൻഷൻ പ്രൊജക്റ്റിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്.
ഒരു 3rd റിംഗ് റോഡിൻ്റെ ഉൾവശത്തും 2nd റിംഗ് റോഡിൻ്റെ പുറത്തുമായിട്ട് വരുന്ന ഈ ഒരു ജെർവൽ ഏരിയ ആണ് മേജർ പ്രൊജക്റ്റ് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. മറ്റൊരു ഏരിയയിൽ വരുന്നത് ഷെബ അമീർ ഏരിയയിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഹറമിനോട് വളരെ തൊട്ട് അടുത്താണ് ഈ ഏരിയ എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് വളരെ അനായാസം ഹറമിലേക്ക് വന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഇതിലൂടെ നമുക്ക് സാധ്യമാവുന്നതാണ്. വിഷൻ 2030 ഭാഗമായി എണ്ണയെ ആശ്രയിക്കുന്ന സൗദി സമ്പദ് വ്യവസ്ഥയെ അതിൽ നിന്നും മാറ്റിയെടുക്കാനുള്ള നീക്കത്തിലാണ് സൗദി. ഇതിനായി വിനോദസഞ്ചാരം, അടിസ്ഥാന സൗകര്യം, തീർത്ഥാടനം എന്നിവയിലേക്ക് കൂടുതൽ ശ്രദ്ധ രാജ്യം നൽകുന്നുണ്ട്. മക്കയിലേക്ക് എത്തുന്ന വിശ്വാസികളെ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് ക്ഷണിക്കലും പദ്ധതിയുടെ ഭാഗമാണ്. $2019 മാത്രം ഹജ്ജ് ഉംറ മേഖലയിൽ നിന്നും സൗദിയുടെ വരുമാനം 1 ലക്ഷം കോടി രൂപയാണ്. അതായത് $12 ബില്യൺ. 2025 അതിന്റെ കണക്കുകൾ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. മക്ക, മദീന എന്നിവിടങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഈ വർഷം വിദേശ നിക്ഷേപം അനുവദിക്കാൻ സൗദി തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വിദേശ കമ്പനികളും കിങ് സൽമാൻ ഗേറ്റ് പദ്ധതിയിലേക്ക് എത്തിയേക്കും. നിലവിൽ പദ്ധതിയുടെ മൊത്തം ചിലവ് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഈ വൻകിട പദ്ധതിക്ക് ഏതാണ്ട് $1 ബില്യൺ നിക്ഷേപം ആവശ്യമായി വരും. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ധനസഹായവും വിദേശ നിക്ഷേപവും ധനസമാഹരണത്തിന് സഹായകരമായേക്കും. $9 ലക്ഷം തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പുതിയ പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഹജ്ജ്, ഉംറ സീസണുകളിൽ തിരക്ക് കുറക്കാൻ സഹായിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ. മക്ക ഹറമിലേക്ക് വേഗത്തിൽ നടന്നെത്താവുന്ന തരത്തിലാകും കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി പൂർത്തിയാക്കുക. 2036ഓടെ 3 ലക്ഷത്തിലധികം നേരിട്ടുള്ളതും പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ ഈ പദ്ധതി മാത്രം സൃഷ്ടിക്കും. നിർമ്മാണം, ഗതാഗതം, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാരം, സാംസ്കാരിക പൈതൃക സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട തൊഴിലുകളായിരിക്കും ഇതിൽ ഭൂരിഭാഗവും. ഇതിൽ സൗദി പൗരന്മാർക്കൊപ്പം പ്രവാസികൾക്കും നിരവധി അവസരങ്ങൾ എത്തും. നിലവിൽ തന്നെ നിരവധി മലയാളികൾ മക്കയിൽ വിവിധ പദ്ധതികളിലായി ജോലി ചെയ്യുന്നുണ്ട്. ഇരുഹറമിന്റെയും സൗകര്യങ്ങളിൽ സൗദി ഭരണകൂടം വിട്ടുവീഴ്ച ചെയ്യാറില്ല. മക്കയിലെ ഓരോ ഹോട്ടലുകളിലും എത്തുന്ന തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഓരോ വർഷവും വർദ്ധിപ്പിക്കുകയാണ്. ഹറമിലും മദീനയിലും വരുന്ന പദ്ധതികളിൽ അവ തെളിഞ്ഞു കാണാം.